ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയോടൊപ്പം വയനാട് സന്ദർശിച്ചു. അവിടെ അദ്ദേഹം വന്നു. അവിടെ കുറേ ഭാഗങ്ങളിലെല്ലാം പോയി, ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം പോയി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് വളരെ ശരിയായ ഒരു സംഗതിയാണ്. കാരണം ഇത് നമ്മുടെ ദേശത്തിൻ്റെ ആകെ ഉള്ള ഒരു ദുരന്തമാണ്. ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണം. കാരണം ഇത് അമ്പലത്തിൽ തൊഴുവാൻ പോയ ആളുകളൊന്നും അല്ല ഈ മരിച്ചേക്കുന്നത്, പള്ളി പ്രാർത്ഥിക്കാൻ പോയവരും അല്ല മരിച്ചേക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അതൊക്കെ വെറുതെ സുഖവാസത്തിന് കിടക്കുന്നവരും അല്ല. അങ്ങനെയുള്ളവർ കുറച്ച് പേരെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതല്ലാതെ, റിസോർട്ടുകളിലൊക്കെ ഉള്ളവരുണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയുള്ള ആളുകളൊന്നും അതല്ല. പാവങ്ങളാണ്, കിടന്നുറങ്ങുകയാണ്. അവർ രാത്രി ഉറങ്ങുമ്പോൾ ഉറക്കത്തിലാണ് ഈ സംഭവിക്കുന്നത്. അവരാരും, ഞാൻ പറഞ്ഞില്ലേ, അവരാരും അവിടെ ഈ ഉല്ലസിക്കാൻ പോയ ആളുകളല്ല കൂടുതലും ഇതിനകത്ത്. അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അങ്ങനെയുള്ളവർ. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുക, അവരെ രക്ഷിക്കുക, അവർക്ക് വേണ്ടി ഒരു കൈ നീട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ, നമുക്ക് അവരെക്കുറിച്ച് വലിയ അഭിമാനം തന്നെ വേണം. കാരണം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് പോലും നേരെ അവിടെ ചെല്ലുകയാണ് ആളുകൾ. സന്നദ്ധ പ്രവർത്തകരാണ്, അവരിറങ്ങുകയാണ്. അവർ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവർ തെരച്ചിലിനിറങ്ങുന്നു. ഒരുപാട് പേരെ അവർ കണ്ടെടുക്കുന്നു, ഒരുപാട് പേരെ അവർ രക്ഷപ്പെടുത്തുന്നു. ഒരുപാട് ശവശരീരങ്ങൾ, മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നു. ഇതൊക്കെ വലിയ കാര്യമാണ്. അവരെക്കുറിച്ച് വലിയ അഭിമാനം വേണം. കാരണം അവർ ജീവൻ പണയം വെച്ചാണ് അവരവിടെ ഇറങ്ങുന്നത്. ആ ഒഴുക്കിലൊക്കെ, ആ പുഴയിലൊക്കെ എടുത്ത് ചാടി അതിൽ നിന്ന് ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആളുകൾ നമുക്ക് കാണാം. അവരുടെ ജീവൻ പണയം വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അതിന് പോലും ഈ മലയാളിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയതുപോലെ തന്നെ കേരളത്തിൻ്റെ സേന എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, കേരളത്തിൽ ഇതുപോലുള്ള ജനങ്ങളും കൂടാണ് എന്ന് തിരിച്ചറിയണം. അതാണ് വേണ്ടത്. വലിയൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ മിലിറ്ററിയുടെ സേവനം. അവർ ഇത്രയും, അതായത് കുഴഞ്ഞു കിടക്കുന്ന മണ്ണിലൂടെ, അതായത് അത്രയും ചെളിയിലൂടെ അതും ചവിട്ടി തേച്ച് അവരിങ്ങനെ അതിനകത്തൂടെ മുങ്ങി ആണ് അവർ നടന്നു പോകുന്നത്. അത് ഓരോരുത്തരെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ, ഒരു വളരെ കൊച്ചു കുഞ്ഞാണ്, അതാ വന്ന ഒരു 2 വയസ്സ് പ്രായം കാണുന്ന, 2-2.5 വയസ്സ് കാണും, അതിൽ കൂടുതൽ കാണത്തില്ല. അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ആ സൈനികൻ അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. മനുഷ്യത്വമാണ്, അതാ വേണ്ടത്. കാരണം മിലിറ്ററി അവരായാലും അവർ മനുഷ്യരല്ലേ. അവരൊക്കെ ഇറങ്ങി ഇതേപോലെ തന്നെ അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ പോലും അത്രയും മനസ്സോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ കാര്യമാണ്. എയർഫോഴ്സ് ആയാലും മിലിറ്ററി ആയാലും നേവി ആയാലും എല്ലാവരുടെയും സേവനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സേവനത്തെ അതിനെ പിന്നോട്ടടിക്കുന്ന വിധത്തിലുള്ള വാചകങ്ങൾ ഈ വലിയ ആളുകളെന്ന് കരുതുന്നവരുടെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല. അവരിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനൊന്നും വരാൻ പാടില്ല. നമ്മൾ ഒരു ഒറ്റ കൈയായിട്ട് മുമ്പോട്ട് നീങ്ങുക ഈ ദുരിതത്തിൽ. ആ ദുരിതാശ്വാസത്തിനൊക്കെ വേണ്ടി വരുമ്പോൾ അതിലൊക്കെ എല്ലാവരും കൈയയച്ച് സംഭാവനയൊക്കെ കൊടുക്കണം. അതൊക്കെ മുമ്പൊക്കെ അതിൽ നിന്നൊക്കെ കുറേ വകമാറ്റി ചിലവഴിക്കുകയോ അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് ഈ സമയത്ത് അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത്. കാരണം ഇപ്പോൾ അതല്ല വേണ്ടത്, ആശ്വാസമാണ്. കിട്ടുന്നതാവട്ടെ പാവങ്ങൾക്ക്, അവിടെയുള്ളവർക്ക്, അനുഭവിക്കുന്നവർക്ക്, കരയുന്നവർക്ക്, ഒരു കണ്ണീരൊപ്പാൻ എല്ലാവരും മുമ്പോട്ട് വരിക. നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം ഉച്ചത്തിൽ ഘോഷിക്കുന്നത് കേട്ടു, കൊട്ടിഘോഷിക്കുന്നത് കേട്ടു. ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചിരുന്നതാണ്, അതിന് ഒരു നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഈ സംഭവിച്ചതെന്ന്. ഇങ്ങനൊരു മരണം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഇത്രയും മരണങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാൻ കൊള്ളാവുന്ന വാചകമാണ് അത് ആഭ്യന്തരമന്ത്രിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തിന്റെ വലിയൊരു ചുമതലപ്പെട്ട ഒരാളല്ലേ അദ്ദേഹം ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഈ രീതിയിലാണോ കാണേണ്ടത്? സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? ശ്രീ പിണറായി വിജയനെ ഒരുപാട് കാര്യത്തിന് കുറ്റപ്പെടുത്താറുണ്ട്, ഇല്ലെന്നില്ല. കുറ്റപ്പെടുത്തേണ്ട സമയങ്ങളിലും ആരോപണങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇതിൽ ശ്രീ പിണറായി വിജയൻ എന്ത് ചെയ്തതാണ്? അവിടെ മല പൊട്ടി വരുമ്പോൾ അദ്ദേഹം പോയി തടഞ്ഞു നിർത്താൻ പറ്റുമായിരുന്നു? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ആകെ ചെയ്യാവുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇതിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ മുന്നറിയിപ്പ് അനുസരിച്ച് ഉള്ള നടപടികൾ എടുക്കണം. എന്തായിരുന്നു മുന്നറിയിപ്പ്? അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന 30-ന് മുമ്പ് ഉള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു. അത് സാധാരണ എല്ലായിടും ഉണ്ടാവുന്നതാണ്, വളരെ മൈൽഡായിട്ടുള്ള ഒരു കാര്യമാണ്. മഴ ഉണ്ടാവും, ശരിയാണ്. അല്ലാതെ ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചോ കലാമിറ്റി ഉണ്ടാവാൻ പോകുന്നെന്നുള്ളതോ
അല്ലെങ്കിൽ അവിടെ റെഡ് അലർട്ട് ആണെന്നോ കേന്ദ്ര ഗവൺമെന്റ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിട്ടില്ല. ഇത് അത് ഓറഞ്ച് അലർട്ട് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അത്രത്തോളം കള്ളം പറയാൻ അദ്ദേഹം എന്തിന് ശ്രമിക്കുന്നു? എന്ത് ചെയ്യണമായിരുന്നു? ഈ ഓറഞ്ച് അലർട്ട് രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവും. അവിടെ നിന്നെല്ലാം ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? എവിടെ കൊണ്ട് താമസിപ്പിക്കും? ആൾപ്പാർപ്പ് അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിർദ്ദേശം കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതിരുന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് CPM ഭരിക്കുന്നത് കാരണം എല്ലാം കുറ്റം അവർ കാണിക്കുന്നതെല്ലാം എന്ത് ചെയ്തെന്നാണ്? ഇതാരും ഒന്നും ചെയ്തതല്ല. പിന്നെ ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റി എന്ന് നമുക്ക് പറയാവുന്നത്, അത് സർക്കാരിന്റെ ഉണ്ട്, അതിനകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് അവിടെ പാറ ഖനനത്തിനുള്ള ഒരു ശകലം പോലും ഒരു അനുവാദം കൊടുക്കാൻ പാടില്ല, കൊടുക്കരുത്. കാരണം പശ്ചിമഘട്ടം ഒരു ദുർബലമായ ഒരു പ്രദേശമാണ്. കാലാവസ്ഥ വ്യതിയാനം എന്തുണ്ടായാൽ പോലും അവിടെ ബാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ അത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ ഗവൺമെന്റ് എന്നല്ല, ഒരു ഗവൺമെന്റ് നോക്കിയിട്ടില്ല. അതിനും ശ്രീ പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മറ്റതിന് മുൻ ഗവൺമെന്റുകളും ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പോയവരെ ശവഘോഷയാത്ര നടത്തിയ ആളുകളുള്ള നാടാണ് നമ്മുടേത്. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. മരണം വരും ഒരു നാൾ എന്നുള്ള പാട്ടും പാടി കുറെ ആളുകൾ ഇറങ്ങി നടന്നത്. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ ഇപ്പോൾ ഓടി ഒളിച്ചേക്കല്ലേ, നാളത്തിനകത്താണ് ഇപ്പോൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കലാമിറ്റി വരുമ്പോൾ ഇതല്ല പറയേണ്ടത്. അതിന് കേരളത്തിനോടൊപ്പം നിൽക്കണം.